ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വലിയ നോമ്പിൻ്റെ അവസാന വാരത്തിലേക്ക് നാം ആയിരിക്കുന്നു. താൻ ആരംഭിക്കുവാൻ പോകുന്ന ദൈവരാജ്യ സംസ്ഥാപനത്തിന് ആവശ്യമായ ആത്മശക്തി തൻ്റെ പിതാവിൽ നിന്ന് പ്രാപിച്ച് ദൗത്യ നിർവഹണത്തിന് ആരംഭം കുറിക്കുവാൻ ഒരുങ്ങുന്ന തന്നെ പരീക്ഷിച്ച് വ്യതിചലിപ്പിക്കുവാൻ താൽപ്പര്യപ്പെട്ട പിശാചിൻ്റെ പരീക്ഷകളെ അതിജീവിച്ച ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കൽ. ഇന്നത്തെ നമ്മുടെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ധ്യാന വിഷയം പാപബോധത്തിലൂടെയുള്ള ശുദ്ധീകരണം എന്നതാണ്. ശുദ്ധീകരണം എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ചിന്താവിഷയം. അതിൻ്റെ ഉത്തരങ്ങളെ നമുക്ക് 3ആയിട്ട് ധ്യാനിക്കാം. 1. ശുദ്ധീകരണം എന്നാൽ എന്ത്? വാട്ട് ഈസ് പ്യൂരിഫിക്കേഷൻ? പ്യൂരിഫിക്കേഷൻ ഇസ് ദ പ്രോസസ് ടു റിമൂവ് ദ ഡർട്ട്. ഒരു വസ്തുവിലുള്ള മാലിന്യത്തെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ശുദ്ധീകരണം. ഈ ലോകത്തിൽ ജീവിക്കുന്ന നാം ലോകത്തിൻ്റെ കളങ്കങ്ങളാൽ മാലിന്യപ്പെട്ടവരാണ്. ആ മാലിന്യങ്ങളെ നീക്കി നാം ശുദ്ധീകരിക്കപ്പെടണം. ഇത് സ്വയം ചെയ്യാവുന്ന ഒന്നല്ല. കൽക്കരി ഖനികളിൽ നിന്നും വെട്ടിയെടുക്കുന്ന ധാതുക്കൾ പല പ്രക്രിയകളിലൂടെ കടത്തിവിട്ടാണ് ശുദ്ധീകരിക്കുന്നത്. സ്വർണ്ണ ഖനികളിൽ നിന്നും കുഴിച്ചെടുക്കുന്ന സ്വർണ്ണ ധാതുക്കൾ പല രാസപ്രക്രിയകളിലൂടെ കടത്തിവിടുമ്പോഴാണ് അവ തനി തങ്കമായി മാറുന്നത്. അതുമൂലം രൂപത്തിലും മൂല്യത്തിലും ഉപയോഗത്തിലും മാന്യത ലഭിക്കുന്നു. ഇതുപോലെ നാമും ശുദ്ധീകരിക്കപ്പെടണം. ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇത് പ്രതിപാദിക്കുന്നു. 2. ശുദ്ധീകരണം എന്തിന്? പേർപ്പസ് ഓഫ് പ്യൂരിഫിക്കേഷൻ. നാം ദൈവമക്കളെന്നും ദൈവം നമ്മുടെ പിതാവാണെന്നും അവകാശപ്പെടുന്നവരാണ് നമ്മൾ. മക്കൾ പിതാവിൻ്റെ മൂല്യങ്ങൾക്കനുസരണമായി ജീവിക്കേണ്ടവരാണ്. പിതാവായ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്നാണ് ദൈവം പറയുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇത് പറയുന്നു. ദൈവ സ്വഭാവമായ വിശുദ്ധിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് തികയ്ക്കാം. 3. വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്ന പടവുകൾ. സ്റ്റെപ്സ് ദാറ്റ് ലീഡ്സ് ടു പ്യൂരിഫിക്കേഷൻ. അശുദ്ധൻ എന്ന തിരിച്ചറിവ് യെശയ്യാ പ്രവാചകനുണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ അത് പ്രതിപാദിക്കുന്നുണ്ട്. ശുദ്ധനാകണമെന്ന ആഗ്രഹം ആ കുഷ്ഠരോഗിക്കുമുണ്ടായിരുന്നു. വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40-ാം വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നുമുണ്ട്. ശുദ്ധീകരണത്തിൻ്റെ സാധ്യതകൾ കണ്ടെത്തുക. കുഷ്ഠരോഗിയും യെശയ്യാ പ്രവാചകനും ഇളയ മകനും കണ്ടെത്തിയ സാധ്യത ദൈവമായിരുന്നു. കാരണം പാപമില്ലാത്തവൻ മാത്രമാണ് പാപത്തെ ക്ഷമിക്കുവാൻ സാധിക്കൂ. വിശുദ്ധന് മാത്രമേ വിശുദ്ധീകരിക്കുവാനും കഴിയൂ. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെക്കുറിച്ച് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു. കർത്താവിലേക്ക് വരിക, കുറവുകൾ ഏറ്റുപറയുക, ശുദ്ധീകരണം പ്രാപിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ? ആമേൻ.